നിനക്ക് ഇന്നലെ കാണിച്ചെന്ന പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല? ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ബട്ട് എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇവൻ പെണ്ണ് കെട്ടിയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മാക്ക് ഈ കുഞ്ഞിക്കാല് വിട്ടൊരു കളിയില്ലേ? വയസ്സായ ഞങ്ങളോട് വേണോ നിന്റെ ഈ വാശി? ആര് വാശി കാണിച്ചു ഉമ്മ? എനിക്ക് ടൈം ആയെന്ന് തോന്നുമ്പല്ലേ ഞാൻ കല്യാണം കഴിക്കണ്ടേ? ഇനി എപ്പോഴാ നിന്റെ ടൈം? ഞങ്ങളൊക്കെ മരിച്ചിട്ടോ? ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിനക്ക് കല്യാണം കഴിച്ചൂടെ? എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് നിർബന്ധിക്കാണ്ടിരുന്നൂടെ? സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ്ടുമ്മ. പിന്നെ നിങ്ങളുടെ ഒക്കെ സന്തോഷത്തിന് വേണ്ടിയാണോ ഞാൻ കല്യാണം കഴിക്കണ്ടേ? ഞാൻ എനിക്ക് വേണ്ടിയല്ലേ കല്യാണം കഴിക്കണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി കല്യാണം കഴിച്ചാൽ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക? നാളെ ആ പെണ്ണിനെ ഒന്ന് പോയി കണ്ടാൽ എന്താ നിനക്ക്? നേരിട്ട് കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. എനിക്കത് താല്പര്യമില്ലെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഞാൻ അവിടെ പോയി അവരൊക്കെ വേഷം കെട്ടിച്ച് കല്യാണം വേണ്ടാന്നൊക്കെ പറയുന്നത് അതൊക്കെ മോശമല്ലമ്മ. നീ വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ഒരു അക്ഷരം മിണ്ടൂല. നിനക്ക് നാളെ എൻ്റെ കൂടെ ആ പെണ്ണിനെ കാണാൻ വരുവാൻ പറ്റൂല്ലേ? പറ്റൂലെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇപ്പം ഇറങ്ങി എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകും. എന്നെ പിന്നെ നോക്കണ്ട. ഓക്കെ, ഞാൻ വരാം, ബട്ട് അതോടുകൂടി ഇത് നിർത്തണം. ഇനി എനിക്ക് പെണ്ണ് നോക്കി നടക്കരുത്. ഞാൻ പറയും അങ്ങോട്ട്, അപ്പോൾ കല്യാണം കഴിക്കാം. അതൊക്കെ എന്താന്ന് വെച്ചാൽ നീ ചെയ്. നാളെ നമ്മൾ കാണാൻ പോകുന്നതേ ഒരു മൊഞ്ചത്തി കുട്ടിയാണ്. അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നീ വേണ്ടാന്ന് അറിയില്ല, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ പഞ്ചത്തി കുട്ടിയൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, എനിക്ക് അവളെ മതി. എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമല്ല. എടി അവൻ വരാമെന്ന് സമ്മതിച്ചു. ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ട ഇവൻ എന്തായാലും സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാണ്. നീ കല്യാണം ഉറപ്പിച്ചെന്ന് തന്നെ വെച്ചോ. ഭയങ്കര സുന്ദരിയാ. പിന്നെ ഫോട്ടോ കണ്ടിട്ട് അവൻ വലിയ താല്പര്യം കാണിക്കാതെ. ചില പെൺകുട്ടികൾ ഫോട്ടോയിൽ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ലേ, ഇവര് നേരിട്ട് കാണാൻ, ഞാൻ നേരിട്ട് കണ്ടതല്ലേ, ഭയങ്കര രസമാണ് കുട്ടിയെ കാണാൻ. എന്നാ നീ നാളെ ഒരു 10 മണിക്ക് റെഡി ആയി നിന്നു, ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരാം. ഓക്കെ? അതാണ് ചെക്കൻ. എന്ത് മൊഞ്ചാ, മാഷാഅല്ലാ. ഇവനെന്താ വല്ല മോഡലാണോ? മോഡലൊന്നല്ല, പ്രൊഫസറാ. ഇയാൾ പഠിപ്പിക്കുന്ന കോളേജിലെ എൻ്റെ ഒരു ഫ്രണ്ട്. ഇയാൾ അവിടെ ഭയങ്കര ഫേമസാ. ഗേൾസിന് എല്ലാവർക്കും ക്രഷാണെന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും നമ്മുടെ ഫാമിലിയെ തന്നെ എത്തുമെന്ന് വിചാരിച്ചില്ല. അതിന് അവന് ഫാത്തിനെ ഇഷ്ടമുണ്ടേ. ഫാത്തിയെ കണ്ട ആരാ വീഴാത്തെ? അയാൾക്ക് എന്തായാലും ഇഷ്ടം, അവക്ക് ഇവനെ ഇഷ്ടം. പെർഫെക്റ്റ് ജോഡി. നീ ചെക്കനെ കണ്ട? ആ, ഫോട്ടോ ഉണ്ട്. നിങ്ങൾ നല്ല മാച്ചാ. ഞാനങ്ങനെ ചാടിക്കേറി യെസ് ഒന്നും പറയൂല. അയാൾക്ക് എന്തായാലും എന്നെ ഇഷ്ടാവും. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പെണ്ണാണ് ഓടി ഒന്നും കണ്ടില്ലേ. ഇനിയിപ്പോൾ ബാക്കിലടക്കം ഒരാൾ കൂടിയായി. ഫാത്തിയായിട്ട് ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു. എത്ര ആൾക്കാരെ ബാക്കിൽ, എവിടെ പോയാലും പ്രപ്പോസൽ. അയാളിപ്പോൾ ഇഷ്ടമായെന്നൊക്കെ ചോദിക്കും. അപ്പം നീ എന്താ പറയാ? എനിക്ക് കുറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇയാൾ കുറച്ച് കാണാൻ കൊള്ളാം, അതുകൊണ്ടാണ് ഞാൻ ഈ പെണ്ണാണെല്ലാം സമ്മതിച്ചത്. ഫാത്തി ചെല്ലേ, ഈ കോഫി കൊണ്ട് കൊടുക്ക്. കോഫിയൊക്കെ ഉമ്മ എന്നെ കൊടുത്താൽ മതി, ഞാൻ ബാക്കിലൊന്നോളാം. ഞാൻ അവിടെ ജസ്റ്റ് വന്ന് നിന്നോളാം. എന്നാ വാ, കോഫി ഞാൻ കൊടുക്കാം, എൻ്റെ ബാക്കിൽ വാ. എന്ത് ഭംഗിയല്ലേ, അവന് നന്നായിട്ട് ചേരും. നീ അവൻ ചിരിക്കുന്ന കണ്ടോ? അവന് ഇഷ്ടപ്പെട്ടു. ഫാത്തിഡി, ചെക്കൻ നിന്നെ കണ്ട് ഫ്ലാറ്റായി. അവന് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഹി വാസ് സ്മൈലിംഗ്. ഒബ്വിയസ്ലി എന്നെ ഇഷ്ടപ്പെടാണ്ട് അവിടെ പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവൻ കണ്ട് ഇഷ്ടപ്പെടുന്നു. ബട്ട് എൻ്റെ ഡിമാൻഡ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ നിൽക്കുള്ളൂ. അല്ലാണ്ടൊന്നും ഞാൻ നിൽക്കൊന്നുമില്ല. ഇതിപ്പോൾ കുറേ ബാക്കിൽ അടക്കുമായിരിക്കും, ബാക്കിയൊക്കെ പോലെ. നീ ആളോട് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടിട്ട് പാവാന്ന് തോന്നുന്നു. ആലോചിക്കാം. ഫാത്തി നീ അങ്ങോട്ട് ചെല്ല്, അവനെന്തോ സംസാരിക്കാനുണ്ടെന്ന്.